ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നല്ല സൂപ്പർ മോയ്സ്ചറായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഒരു കപ്പോളുള്ള ഒരു അളവ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് മൈദ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കപ്പ് നിറയെ മൈദ എടുത്തതിന് ശേഷം അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയതിന് ശേഷം അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടാലും മതി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്യാം. ഇനി ഇതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കപ്പ് അളവാണ് നമുക്ക് ഈ കേക്കിന് വേണ്ടിയത്. അപ്പോൾ ഇതാ നമ്മൾ മൈദയും കൊക്കോ പൗഡറുള്ള ഈ ഒരു മിക്സ് ഞാനിവിടെ ഒരു കപ്പോളം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു കപ്പാണിത്. ഞാൻ ഇതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ അത് മാറിപ്പോകരുത്, കറക്റ്റ് ഇതേപോലെ തന്നെ എടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് കട്ട് ചെറിയതായിട്ട് ഇങ്ങനെ ഒരു കട്ടകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ 3 വട്ടം അരിച്ചാലും മതി. ഞാനിവിടെ 3 വട്ടം അരിക്കുന്നില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് നമ്മളെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ പൊങ്ങലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ 3 വട്ടം അരിച്ചാലും മതി. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വനില എസൻസ് എന്തായാലും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും. ഇത് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ മുട്ട പതഞ്ഞ് വന്നാൽ അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 2-3 വട്ടമായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ടയുടെ മിക്സ് നന്നായിട്ട് സോഫ്റ്റായിട്ടൊരു റിബൺ പരുവത്തിലാകുന്നത് വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരും. ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ 1 kg അടുത്തുണ്ടാവും വെയിറ്റ്. അപ്പോൾ 1 kg കേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മളെ മുട്ട ബീറ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ കൊക്കോ പൗഡർ മൈദയായിട്ടുള്ള ആ മിക്സ് ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ചിടരുത്. അപ്പോൾ 2-3 തവണയായിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ വേണം നമ്മളിങ്ങനെ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളാ മുട്ടയുടെ പതയൊക്കെ ഒന്ന് പോയി. അതേപോലെ കേക്ക് നന്നായിട്ട് പൊങ്ങുകയില്ല, സോഫ്റ്റും കിട്ടില്ല. അപ്പോൾ പതിയെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിതിവിടെ മുഴുവനായിട്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു സ്ട്രക്ചറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അഥവാ നിങ്ങളെ മാവ് കുറച്ച് ടൈറ്റായി പോകാറ്റ് ചെയ്യുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഞാനിതാ ഇതേപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ചായപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അടികട്ടിയുള്ള ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ തടവിയതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ കുക്കറിൽ ഒഴിച്ചാലും മതി. ഏതിൽ വേണമെങ്കിലും ഈ ബാറ്റർ ഇതേപോലുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുക്കറിലാണെങ്കിൽ വിസിലങ്ങ് എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ ഇതിൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടുപ്പിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നത്. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് വേണ്ടി വന്ന് എനിക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയതിന് ശേഷം നോക്കുക. അതിന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. അപ്പം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യുക. 3 ലെയറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിലുള്ളൊരു കേക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാക്കിയെന്ന് മാത്രം. നമുക്ക് ഈ കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചോക്ലേറ്റ് നന്നായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അതിൻ്റെ ഡബിൾ സൈസ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും ടേസ്റ്റ് തന്നെയാണ്, ഇങ്ങനെയും ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ചോക്ലേറ്റ് നന്നായിട്ട് പൗഡർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മളത് ഐസിങ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഐസിങ് ബാഗിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ കൊക്കോ പൗഡർ ഇട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റിന് മെയിനായിട്ടുള്ള ചോക്ലേറ്റ് ഗനാശ് തയ്യാറാക്കണം. ഇപ്പോൾ ഈ ഗനാശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലുള്ളൊരു ഗ്ലാസ് ബൗൾ വെച്ച് കൊടുക്കുക. അതിലോട്ട് 1/4 കപ്പ് ചോക്ലേറ്റ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ 2 ടേബിൾ സ്പൂണോളം പാലും അതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേക്കിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. ആ ഒരു കാണുവാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറി മിൽക്ക് പോലെയുള്ള ചോക്ലേറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു ഗനാശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഷുഗർ സിറപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. അതിലോട്ട് 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്. ഷുഗർ സിറപ്പ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്യുക. ക്രീം മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ വേറൊരു പീസിൽ അത് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ഒരു പീസ് എടുക്കുമ്പോൾ അടിയിലുള്ള ആ ഒരു കഷ്ണമാണ് നമ്മൾ മുകളിലോട്ടായിട്ട് വെക്കേണ്ടത്. എന്നാലാണ് കറക്റ്റ് ആ കേക്കിൻ്റെ സ്ട്രക്ചറിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ പൊങ്ങി വന്നിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വെച്ചത് മുകളിലുള്ള പീസ് താഴെയുള്ള പീസ് മുകളിലോട്ടായിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത് നമ്മളെ കേക്കിൻ്റെ ആ ഭാഗം. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ ലെവലിൽ കിട്ടും നമ്മളെ കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലുള്ള കാർഡ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
പഴയ ATM കാർഡോ അതേപോലെ ഷോപ്പിലുള്ള ഏതെങ്കിലും ഒരു കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്ക്രാപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ലെവലിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ അത്യാവശ്യം നന്നായി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിലും ഇവിടെ നന്നായിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഗനാശൊക്കെ ഒഴിക്കുന്നത് കാരണം എവിടെയും പൊങ്ങിയും താണൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗനാശ ഒഴിക്കുന്നതുകൊണ്ടാണ് അധികം ക്രീം സ്പ്രെഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് ക്രം കോട്ടിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗനാശ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് അരിപ്പയിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ക്രീം നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ ചോക്ലേറ്റ് ഇത് നന്നായിട്ട് തന്നെ സ്പ്രെഡായി വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ സൈഡിലൊക്കെ ആകാത്തടത്തൊക്കെ ചെറിയൊരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചില വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അതല്ല സൈഡ് മൊത്തമായിട്ട് ക്രീം വേണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച ആ ലെവലിൽ തന്നെ വെച്ച് കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ സൈഡ് മൊത്തമായിട്ട് ആക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ പേപ്പറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം വെക്കണം, എന്നാലാണ് നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഞാനിതിവിടെ 2 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചെറിയൊരു നോസിൽസ് വെച്ചിട്ട് ഞാൻ സൈഡ് ബോർഡറൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ചെറീസൊക്കെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റാവാനൊന്നും മോള് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സെറ്റാകാതാണ് ഇതിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. ഇത് ടേസ്റ്റ് കുറവൊന്നുമില്ല, എന്നാലും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മളെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് ടേസ്റ്റ് തന്നെ, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഞാൻ വെറുതെ പറയുകയല്ല, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.